പ്രിയപ്പെട്ട കുട്ടികളെ, വെൽക്കം ടു ആബിസ് ഫിസിക്സ്. ഞാൻ ആബിദ്. നമ്മൾ അളവുകളും യൂണിറ്റുകളും എന്ന് പറഞ്ഞ അധ്യായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റും ഫണ്ടമെന്റൽ യൂണിറ്റും ഒക്കെ പറഞ്ഞു. അത് ഉപയോഗിച്ച് ഒരു ഇലയുടെ പരപ്പളവ് എങ്ങനെ നിർണ്ണയിക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്നലെ ഞാൻ ആ യൂണിറ്റ് എഴുതിയപ്പോൾ ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ആ യൂണിറ്റുകൾ എഴുതിയിരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും ആ നിയമങ്ങൾ 10 നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോ അതിൽ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത്, ഒരു യൂണിറ്റ് എഴുതുമ്പോൾ, ഒന്നാമത്തെ നിയമമാണ്, ഒരു യൂണിറ്റ് എഴുതുമ്പോൾ എപ്പോഴും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിക്കുക. സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കണം. സ്മോൾ ലെറ്റർ ഉപയോഗിച്ചാണ് എപ്പോഴും നമ്മൾ യൂണിറ്റ് എഴുതേണ്ടത്. ഉദാഹരണത്തിന് മീറ്റർ എന്ന് എഴുതുമ്പോൾ, മീറ്റർ നമ്മൾ സൂചിപ്പിക്കുന്നത് എം ആണ് അല്ലെ. അപ്പോ സ്മോൾ, ഇപ്പൊ 1 മീറ്റർ എന്നാണെങ്കിൽ 1 എം, 1 മീറ്റർ എന്നാണെങ്കിൽ 1 എം എന്ന് എഴുതണം. 1 എം. 10 സെക്കൻഡ് ആണെങ്കിൽ 10 എസ്. അതേപോലെ 25 കിലോഗ്രാം ആണെങ്കിൽ 25 കെ ജി. ഇങ്ങനെ എഴുതണം. അപ്പോ നമ്മൾ എപ്പോഴും യൂണിറ്റ് സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ കൊണ്ടാണ്. ഓക്കെ. രണ്ടാമത്തത്, അപ്പോ ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ, അതായത് 10 കെ ജി എന്ന് ഞാൻ ഇങ്ങനെയാണ് എഴുതിയത് നിൽക്കാം. ഇത് തെറ്റാണ്. എന്താ തെറ്റാൻ കാരണം? കെ ഉള്ള ക്യാപിറ്റലിലാണ് എഴുതിയത്. കെ ക്യാപിറ്റൽ എഴുതാൻ പാടില്ല. അപ്പൊ ഇത് തെറ്റാണ്. ഇതിന്റെ ശരി എന്ന് പറയുന്നത് 10 സ്മോൾ കെ ജി. അപ്പൊ ഇത് ശരി. ഓക്കെ. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുക, നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ എപ്പോഴും സ്മോൾ ലെറ്ററിൽ എഴുതണം. രണ്ടാമത്തെ കാര്യം, നമ്മള് ഇന്നലത്തെ മെഞ്ഞാന്ന് SI യൂണിറ്റ് സിസ്റ്റം പഠിച്ചപ്പോ 7 SI യൂണിറ്റുകൾ പഠിച്ചിരുന്നു. അതിലൊന്നാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എഴുതിയപ്പോ ഞാൻ ഈ നിയമം പാലിച്ചില്ല. സ്മോൾ ലെറ്റർ അല്ലായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഓർമ്മയുണ്ടോ? സ്മോൾ ലെറ്റർ അല്ല ഉപയോഗിച്ചത്. അതേപോലെ ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് എഴുതിയപ്പോഴും സ്മോൾ ലെറ്റർ അല്ല ഉപയോഗിച്ചത്. അവിടെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചു. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആയിരുന്നു. കെൽവിൻ അല്ലെ. കെൽവിൻ ഞാൻ ക്യാപിറ്റൽ കെ ആണ് ഉപയോഗിച്ചത്. അതേപോലെ വൈദ്യുത പ്രവാഹ തീവ്രത ആംപിയർ ആയിരുന്ന യൂണിറ്റ് ഞാൻ ക്യാപിറ്റൽ എ എന്നാണ് ഉപയോഗിച്ചത്. അപ്പോ ഈ സ്മോൾ ലെറ്റർ എന്നുള്ള ഈ നിയമം തെറ്റിച്ചു. അപ്പൊ എന്താ തെറ്റിക്കാൻ കാരണം? കെൽവിൻ എന്ന് പറയുന്നതും ആംപിയർ എന്ന് പറയുന്നതും ഓരോ ശാസ്ത്രജ്ഞന്മാരുടെ പേരാണ്. നമുക്കറിയാം, ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സിന്റെ യൂണിറ്റ്, ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോ ആൾക്കാരുടെ പേരിലുള്ള യൂണിറ്റുകൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പാടുള്ളൂ. അപ്പോ പേഴ്സണൽ നെയിംസ് ആയിട്ടുള്ള യൂണിറ്റുകൾ അവ ക്യാപിറ്റൽ ലെറ്ററിൽ ആയിരിക്കണം. ക്യാപിറ്റൽ ലെറ്ററിലാണ് സൂചിപ്പിക്കേണ്ടത്. പേഴ്സണൽ നെയിംസ് ആയിട്ടുള്ള യൂണിറ്റുകൾ ക്യാപിറ്റൽ ലെറ്ററിൽ സൂചിപ്പിക്കണം. അപ്പോ കെൽവിൻ ഇങ്ങനെ എഴുതിയാൽ തെറ്റാണ്. കെൽവിൻ എന്നുള്ള യൂണിറ്റ് സ്മോൾ കെ എന്ന് എഴുതിയാൽ തെറ്റാണ്. ന്യൂട്ടൺ എന്നുള്ള യൂണിറ്റ് സ്മോൾ എൻ എന്ന് എഴുതിയാൽ അതും തെറ്റാണ്. അപ്പോ ഇത് തെറ്റാണ്. ഇതിന് പകരം ക്യാപിറ്റൽ കെ. അതേപോലെ ഇത് തെറ്റാണ്. ഇതിന് പകരം ക്യാപിറ്റൽ എ. ഇങ്ങനെയാണ് ആൾക്കാരുടെ പേരിലുള്ള യൂണിറ്റുകൾ എഴുതേണ്ടത്. ഇനി മൂന്നാമതൊരു കാര്യം, ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ തെറ്റ് വരുത്തിയിരുന്നു. അതായത് കെൽവിൻ എന്നുള്ളത് നമ്മൾ ഫുള്ളായിട്ട് എഴുതാൻ നിൽക്കാം. കെ എന്ന് എഴുതുന്നതിന് പകരം ഫുള്ളായിട്ട് എഴുതുകയാണെങ്കിൽ അവിടെ നമ്മള് എന്തെഴുതണം? ഇപ്പൊ 10 കെൽവിൻ ആണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, 10 കെ. അതല്ല എങ്കിൽ 10 കെൽവിൻ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഫുള്ളായിട്ട് എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ എല്ലാം സ്മോൾ ലെറ്ററിലായിരിക്കണം. സ്മോൾ ലെറ്ററിലായിരിക്കണം മുഴുവൻ എഴുതേണ്ടത്. നമ്മൾ ഇംഗ്ലീഷിൽ ഒരു നിയമം പഠിച്ചിട്ടുണ്ട്. എന്ത് പേര് എഴുതുമ്പോ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു. പക്ഷെ ഇവിടെ ആ നിയമം ഇല്ല. ഫിസിക്സില് ആ നിയമം ഇല്ല. നിയമം പറയുന്നത് യൂണിറ്റ് ആണ്. ഇവിടെ കെൽവിൻ എന്ന് പറയുന്ന ആളെ പേരല്ല, നമ്മൾ യൂണിറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 കെൽവിൻ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതണം. 10 കഴിഞ്ഞിട്ട് കെൽവിൻ സ്മോൾ ലെറ്ററിൽ എഴുതിയിരിക്കണം. അപ്പോ യൂണിറ്റ് മുഴുവനായിട്ട് എഴുതുകയാണെങ്കിൽ അത് സ്മോൾ ലെറ്ററിൽ ആയിരിക്കണം. ഇനി നാലാമത്തെ നിയമം എന്ന് പറയുന്നത് നാലാമത്തെ നിയമം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ 10 kg എന്ന് എഴുതി. 10 kg നോക്കി ഇവിടെ എഴുതിയത് 10 kg എന്ന് ഞാൻ എഴുതിയത് ഇങ്ങനെ എഴുതിയ 10 ഒരു സ്പേസ് ഇട്ടിട്ട് സ്മോൾ ലെറ്റർ kg. അതായത് 10 കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് യൂണിറ്റ് എഴുതാൻ പാടുള്ളൂ. ഇത് ശരിയാണ്. അതേസമയം 10 kg ഇങ്ങനെ ഇട്ടാൽ അത് തെറ്റാണ്. 10ന്റെ ഒപ്പിച്ച് തന്നെ അടുത്ത് തന്നെ kg കൂടെ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പൊ ഒരിക്കലും ഇങ്ങനെ എഴുതാൻ പാടില്ല. അപ്പൊ ഇത് ശരിയാണ്. നമ്മളെ ഈ ക്വാണ്ടിറ്റി കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം യൂണിറ്റ് എഴുതാം. ഇനി മറ്റൊന്നുള്ളത് അഞ്ചാമത്തെ നിയമം എന്ന് പറയുന്നത് 10 എന്ന് പറയുന്ന നമുക്കറിയാം ഒന്നിൽ കൂടുതലുണ്ട്. ഒന്നിൽ കൂടുതൽ നമ്മൾ പ്ലൂരൽ അറിയാം, ഒന്നിൽ കൂടുതലുള്ളതിന്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ 2 kg എന്ന് പറയണോ 2 കിലോഗ്രാംസ് എന്ന് പറയണോ? ഓക്കെ, കിലോഗ്രാംസ് എന്നാണ് നമ്മള് ഇംഗ്ലീഷിൽ പറയുമ്പോൾ പറയേണ്ടത്. അതേസമയം നമ്മൾ ഫിസിക്സിൽ പറയുമ്പോ 10 കിലോഗ്രാം എന്നേ എഴുതാൻ പാടുള്ളൂ. 10 kg അല്ലെങ്കിൽ കിലോഗ്രാംസ് എന്നുള്ളത് തെറ്റാണ്. 10 കിലോഗ്രാംസ് എന്നുള്ളത് തെറ്റാണ്. അപ്പോ 10 kg എന്നാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. 10 kg. ഒരിക്കലും പ്ലൂരൽ അല്ലെങ്കിൽ ബഹുവചനം യൂണിറ്റില് നമ്മൾ ചേർക്കാൻ പാടില്ല. കാരണം എസ് ആണ് നമുക്കറിയാം, ഇതില് നമ്മൾ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് അല്ലെ, സെക്കൻഡ് എന്നുള്ള ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് എസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. അപ്പൊ 5 നിയമങ്ങൾ ഇപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആറാമത്തെ നിയമം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മള് ഡിവൈഡ് ബൈ ഹരണം ഒരു യൂണിറ്റിൽ വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെറിയൊരു വര കൊണ്ടാണ് സൂചിപ്പിക്കാറ്. ഓക്കെ, നമ്മള് ഒരു യൂണിറ്റ് പറയാം. ഇപ്പോ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ ഡിറൈവ്ഡ് യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ഇങ്ങനെ എഴുതി. ഇതിനെ തന്നെ കിലോഗ്രാം പെർ മീറ്റർ എന്നാണ് ശരിക്കും. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം പെർ മീറ്റർ എന്നാണ്. പക്ഷെ ഇങ്ങനെ ഒരിക്കലും യൂണിറ്റിൽ എഴുതാൻ പാടില്ല. ഇത് തെറ്റാണ്. അതായത് ഒരു യൂണിറ്റ് എഴുതുമ്പോ അതില് ഹരണം സൂചിപ്പിക്കുന്ന ഒറ്റൊരു വര ഉണ്ടാകാൻ പാടുള്ളൂ. അത് ഇത് ഇവിടെ വരച്ചു. പിന്നെ ബാക്കിയുള്ളത് നമ്മള് ഇങ്ങനെ എഴുതണം. ഹരണം ചിഹ്നം ഉപയോഗിക്കുകയാണെങ്കിൽ ആ സ്ലാഷ് ചരിഞ്ഞ വര ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അതിന്റെ കൂടെ കൂട്ടി എഴുതിയിരിക്കണം. അപ്പോ ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. ആറാമത്തെ നിയമം. ഇനി 2 യൂണിറ്റുകൾ ഡിറൈവ്ഡ് യൂണിറ്റുകൾ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പൊ ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മള് n ഫുൾ സ്റ്റോപ്പ് ചെയ്യാം, ഇങ്ങനെ എഴുതണം. അതല്ല എങ്കിൽ n അത് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് മീറ്ററിന് എഴുതണം. ഒരിക്കലും n തൊട്ടടുത്ത് m എന്ന് എഴുതാൻ പാടില്ല. n ഫുൾ സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ n സ്പേസ് ചെയ്യാം. അതായത് ഡിറൈവ്ഡ് യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ 2 യൂണിറ്റുകൾ അതിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ 2 യൂണിറ്റിന്റെയും ഇടയ്ക്ക് ഒരു കുത്തിടുക, അതല്ലെങ്കിൽ ഒരു സ്പേസ് ഇടുക. ഓക്കെ, ഇനി എട്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഞാൻ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള യൂണിറ്റ് എഴുതി. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ
ഇതൊരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. അപ്പൊ ഇത് എനിക്ക് ഇങ്ങനെയും കൂടി എഴുതാം, കിലോഗ്രാം പെർ സ്ക്വയർ മീറ്റർ എന്ന് ഇങ്ങനെ വിസ്തരിച്ചങ്ങ് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ശരിയാണ്. ഇനി അതിന് പകരം ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്, കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. വായിക്കുമ്പോ ശരിയാണ്, പക്ഷെ എഴുതുമ്പോ ഇത് തെറ്റായ എഴുത്താണ്. ഫിസിക്സിൽ ഒരിക്കലും ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഒന്നുകിൽ യൂണിറ്റുകൾ മാത്രമാക്കി എഴുതാം, അല്ലെങ്കിൽ ഫുൾ എക്സ്പാൻഡഡ് ഫോമില് എഴുതാം. ഒരിക്കലും പകുതി എക്സ്പാൻഡഡും പകുതി ഷോർട്ടും ആക്കി ഫിസിക്സിൽ യൂണിറ്റ് എഴുതാൻ പാടില്ല. അതാണ് 8ാമത്തെ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, 9ാമത്തെ നിയമം. 9ാമത്തെ നിയമം നമ്മള് യൂണിറ്റുകള് പരസ്പരം ഇടകലർത്തി ഉപയോഗിക്കാൻ പാടില്ല. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് 10 മീറ്റർ 25 സെന്റിമീറ്റർ, ഇത് ഞാൻ 2 യൂണിറ്റുകൾ ഉപയോഗിച്ചു. നീളത്തിന്റെ യൂണിറ്റ് തന്നെയാണ് രണ്ടും. മീറ്റർ എന്നും പറഞ്ഞു, സെന്റിമീറ്റർ എന്നും പറഞ്ഞു. ഇങ്ങനെ 2 യൂണിറ്റുകൾ ഇടകലർത്തി ഫിസിക്സിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇത് തെറ്റാണ്. ഇതിന് പകരം നമ്മൾ പറയേണ്ടത് 10.25 മീറ്റർ എന്ന് പറയണം. 10.25 മീറ്റർ. അപ്പൊ നമ്മൾ ഒറ്റ യൂണിറ്റ് ഉപയോഗിച്ചോളൂ. അപ്പോ ഒരിക്കലും 2 യൂണിറ്റുകൾ കലർത്തി ഉപയോഗിക്കാൻ പാടില്ല. ഇനി നമുക്ക് ലാസ്റ്റ് നിയമം, 10ാമത്തെ നിയമം എന്താന്ന് നോക്കാം. 10ാമത്തെ നിയമം ഒരു വാക്യത്തിൽ നമ്മൾ ഇതിങ്ങനെ എഴുതാണെന്ന് വെക്കാം. ഒരു വാക്യത്തിൽ എഴുതാണ് എന്ത്? നീളം, ഒരു വസ്തുവിന്റെ നീളം 75 സെന്റിമീറ്റർ ആണ്. 75 സെന്റിമീറ്റർ ആണ്. അപ്പൊ സ്വാഭാവികമായി ഞാൻ ഇങ്ങനെ എഴുതി. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. ഒരു വസ്തുവിന്റെ നീളം 75 സെന്റിമീറ്റർ ആണെന്നിട്ട് ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇനി ചിലർ എന്ത് ചെയ്യും? നീളം 75 സെന്റിമീറ്റർ ആണ്, സെന്റിമീറ്റർ നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതി അവിടെ ഒരു കുത്തിടും. കാരണം ഇത് ഷോർട്ടർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു കുത്തിടും, എന്നിട്ട് ആണെന്ന് എഴുതും, എന്നിട്ട് ഇവിടെ ഒരു കുത്തിടും. ഇത് തെറ്റാണ്. അതായത് ഒരു വാക്യത്തിൽ യൂണിറ്റ് ഉപയോഗിക്കുമ്പോ ആ യൂണിറ്റിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. ആ വാക്യം കഴിഞ്ഞതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊള്ളാം. അപ്പോ 10ാമത്തെ നിയമം അതാണ്. അപ്പൊ ഇങ്ങനെ 10 നിയമങ്ങളാണ് നമ്മള് യൂണിറ്റ് എഴുതുമ്പോ പാലിക്കേണ്ടത്. ആ 10 നിയമങ്ങളും പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. കാരണം നിങ്ങളോട് ചിലപ്പോ പരീക്ഷയിൽ ചോദിക്കുക, ഇങ്ങനെ ഓരോ യൂണിറ്റുകൾ തന്നിട്ട് ഇത് എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്നായിരിക്കും ചോദിക്കുന്നത്. ഈ 10 നിയമങ്ങളും ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, ഇപ്പൊ നമ്മള് അളവുകളും യൂണിറ്റുകൾ എന്ന് പറഞ്ഞ അധ്യായം ഫുള്ള് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചില ചോദ്യങ്ങളാണ്. അതിൽ 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം തന്നെയാണ്. ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറയുന്നത്. ഇതിന് ആരോഹണ ക്രമത്തിൽ എഴുതണം, അതായത് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാല് ചെറുതെന്ന് വലുതൊക്കെ, ചെറുതെന്ന് ഇങ്ങനെ പോയിട്ട് വലുത് ലാസ്റ്റ് എഴുതുന്ന വലുതായിരിക്കണം. അപ്പൊ ഇവിടെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം മില്ലിമീറ്റർ, നാനോമീറ്റർ, സെന്റിമീറ്റർ, മൈക്രോമീറ്റർ. അപ്പൊ ഇതില് ഏതാണ് ഏറ്റവും ചെറുത് അതാണ് ആദ്യം എഴുതേണ്ടത്, അല്ലെ? അപ്പൊ ആ ഏറ്റവും ചെറുത് ഏതാ? മില്ലിമീറ്റർ എന്ന് പറഞ്ഞാല് 10⁻³ മീറ്റർ ആണ്. 10⁻³ നാനോമീറ്റർ എന്ന് പറഞ്ഞാല് 10⁻⁹ മീറ്റർ ആണ്. സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² ആണ്. മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻�6 ആണ്. ഓക്കെ, അപ്പൊ 10⁻³ 10⁻⁹ 10⁻², 10⁻�6. അപ്പൊ ഇതിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ആരായിരിക്കും? ഇവരായിരിക്കും ഏറ്റവും ചെറുത്. കാരണം അവന്റെ പവറാണ്, മൈനസ് പവറാണ് ഏറ്റവും കൂടുതൽ. അപ്പോ ആദ്യം എഴുതേണ്ടത് നാനോമീറ്റർ. അവനേക്കാളും വലുതേതാ? നാനോമീറ്റർ ഏറ്റവും ചെറുത്. അവനേക്കാളും വലുത്, തൊട്ട് വലുത് എന്ന് പറയുന്നത്
പിന്നെ 10⁻⁶. അപ്പോ മൈക്രോമീറ്റർ. മൈക്രോമീറ്ററിനേക്കാൾ വലുതാണ് ആര്? 10⁻³ മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അതിനും വലുതാണ് ആര്? സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ആരോഹണ ക്രമത്തിൽ എഴുതി. ആരോഹണ ക്രമത്തിൽ എഴുതാന്ന് പറഞ്ഞാല് ചെറുതെന്ന് വലുതിക്കാണ് പോകുന്നത്. അപ്പോ ഏറ്റവും ചെറുത് നാനോമീറ്റർ, പിന്നെ മൈക്രോമീറ്റർ, പിന്നെ മില്ലിമീറ്റർ, പിന്നെ സെന്റിമീറ്റർ. അപ്പൊ ഈ കൺവേർഷൻ അറിയില്ല എങ്കിൽ നമ്മൾ പഠിച്ചതാണ്. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്, നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ ആണ്, സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² ആണ്, മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്. അപ്പൊ അത് അറിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. 1 മീറ്റർ, 1 സെന്റിമീറ്റർ, 1 കിലോമീറ്റർ, 1 മില്ലിമീറ്റർ. ഇതിന്റെ ആരോഹണ ക്രമം, അതായത് ചെറുതിന്ന് വലുതിലേക്ക് എങ്ങനെയാണ് പോവാൻ നോക്കാം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന യൂണിറ്റ് അത് തന്നെയാണ് നമുക്കറിയാം. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10⁻² മീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 10⁻³ മീറ്റർ ആണ്, അതായത് 1000 മീറ്റർ ആണ്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാല് 10⁻³ മീറ്റർ ആണ്. അപ്പൊ ഇതില് ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് 10⁻³ മീറ്റർ അല്ലെ. അപ്പൊ 10⁻³ മീറ്റർ ആകുമ്പോ നമുക്ക് എഴുതാം മില്ലിമീറ്റർ ആണ്. 1 മില്ലിമീറ്റർ ആണ് ഏറ്റവും ചെറുത്. പിന്നെ അത് കഴിഞ്ഞാൽ ചെറുത് 1 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ. 1 മില്ലിമീറ്റർ. അത് കഴിഞ്ഞാല് 1 സെന്റിമീറ്റർ. അത് കഴിഞ്ഞാല് പിന്നെ 1 മീറ്റർ. അതും കഴിഞ്ഞാല് 10⁻³ മീറ്റർ, അതായത് 1 കിലോമീറ്റർ. അപ്പോ ഇവിടെ ഏറ്റവും വലുത് 1 കിലോമീറ്ററും ഏറ്റവും ചെറുത് 1 മില്ലിമീറ്റർ ആണ്. അപ്പോ 1 മില്ലിമീറ്റർ ലെസ് ദാൻ 1 സെന്റിമീറ്റർ ലെസ് ദാൻ 1 മീറ്റർ ലെസ് ദാൻ 1 കിലോമീറ്റർ. ഓക്കെ. അപ്പൊ ഇതാണ് അതിന്റെ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും ഡിസെൻഡിങ് ഓർഡറിലും ചോദിച്ചേക്കാം. അപ്പൊ നമ്മളെ പുസ്തകത്തിൽ ഇങ്ങനെയാണെങ്കിലും ഡിസെൻഡിങ് ഓർഡറിൽ ചോദിക്കുമ്പോ ഇതെങ്ങനെ എഴുതേണ്ടി വരും? സെന്റിമീറ്റർ ആദ്യം എഴുതണം. സെന്റിമീറ്റർ, അതാണ് ഏറ്റവും വലിയ യൂണിറ്റ്. സെന്റിമീറ്റർ ചിഹ്നം ഇങ്ങനെ എഴുതണം. പിന്നെ മില്ലിമീറ്റർ, അതും കഴിഞ്ഞിട്ട് ചിഹ്നം ഇടണം. അതും കഴിഞ്ഞ് മൈക്രോമീറ്റർ, പിന്നെ നാനോമീറ്റർ, അതായത് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഴുതണം. അപ്പൊ ഇത് എഴുതി നോക്കാം നമുക്ക്. 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ ഗ്രേറ്റർ ദാൻ 1 മീറ്റർ ഗ്രേറ്റർ ദാൻ 1 സെന്റിമീറ്റർ ഗ്രേറ്റർ ദാൻ 1 മില്ലിമീറ്റർ. ഓക്കെ. അപ്പൊ ഇതാണ് ഇത് അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ. ഇത് ഡിസെൻഡിങ് ഓർഡർ. അതായത് ഒന്നാമത്തെ ആരോഹണ ക്രമം, രണ്ടാമത്തത് അവരോഹണ ക്രമം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ്. ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഇത് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഒന്നാമത്തെ kg, mg, g, mm, അതായത് കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം, മില്ലിമീറ്റർ. കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതെല്ലാം കിലോഗ്രാമും മില്ലിഗ്രാമും ഗ്രാമും മാസിന്റെ യൂണിറ്റ് ആണ്. മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? നീളത്തിന്റെ യൂണിറ്റ് ആണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് മില്ലിമീറ്റർ ആണ്. രണ്ടാമത് നോക്കുക. മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, കിലോമീറ്റർ, മില്ലിഗ്രാം. അപ്പൊ ഇവിടെ മില്ലിമീറ്റർ എന്ന് പറയുന്നതും മൈക്രോമീറ്റർ എന്ന് പറയുന്നതും കിലോമീറ്റർ എന്ന് പറയുന്നതും ഡിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ ലെങ്ത്തിന്റെ യൂണിറ്റുകളാണ്. മില്ലിഗ്രാം എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തത് മില്ലിഗ്രാം. അപ്പോ ഇങ്ങനെ നമുക്ക് കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ് പെട്ടെന്ന് SI യൂണിറ്റിന്റെ കേസുകളാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓർമ്മിച്ചു വെക്കുക. ഏതൊക്കെയാണ് യൂണിറ്റുകൾ എന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2250 മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ 2250 മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാം. നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. അപ്പൊ ഇതിന് പെട്ടെന്ന് മനസ്സിലാവാൻ 2000 മീറ്റർ എന്ന് പറയുമ്പോ 2 കിലോമീറ്റർ ആയി.
പിന്നെ ഒരു 250 മീറ്ററും കൂടെ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 2250, അതായത് തന്നിരിക്കുന്ന മീറ്ററിനെ എന്ത് ചെയ്യാം, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ ഏറ്റവും എളുപ്പമാർഗം എന്താ? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ ഇവിടെ 3 പൂജ്യം ഉണ്ട്. അപ്പൊ 3 സ്ഥാനം വലത്തുനിന്ന് ഇടത്തോട്ട് 3 സ്ഥാനം മാറി ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോ 2.25 കിലോമീറ്റർ. അതാണ് എന്റെ ആൻസർ, 2.25 കിലോമീറ്റർ. അപ്പം എത്ര തന്നെയാണ്, എന്താണ് മീറ്ററിൽ തന്നെങ്കിലും, ഇനിയിപ്പോ ചെറുതാണ് 250 മീറ്റർ ആണ് തന്നെങ്കിലും അതിന് കിലോമീറ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞാല് നേരെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 250 മീറ്റർ ആണെങ്കിൽ നോക്കുക, 250 ഡിവൈഡ് ബൈ 1000. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ഇതിൽ എത്ര പൂജ്യം ഉണ്ട് നോക്കാം, അത്രയും സ്ഥാനം വലത്തുനിന്ന് ഇടത്തോട്ട് മാറ്റിയിടുക. 1, 2, 3 എന്നിട്ട് ഇവിടെ പോയിന്റ് ഇടാം. ഓക്കെ, അപ്പോ 0.25 കിലോമീറ്റർ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. 250 മീറ്റർ ആണെങ്കിൽ. അപ്പൊ ഏത് മീറ്റർ തന്നാലും അതിനെ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതേസമയം കിലോമീറ്ററിനെ തിരിച്ചു മാറ്റണമെങ്കിൽ 1000 മീറ്റർ എന്നുള്ളതാണ്, ഒരു കിലോമീറ്റർ എന്നുള്ളതാണ് തന്നെങ്കിൽ അതിനെ മാറ്റണമെങ്കിൽ അതിനെന്ത് ചെയ്യാം, 1000 കൊണ്ട് ഇൻറ്റു ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 1 കിലോമീറ്റർ തന്നാൽ മീറ്ററിലേക്ക് മാറ്റാണെങ്കിൽ 1 × 1000, അപ്പോ 1000 മീറ്റർ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള മനസ്സിലാക്കിയെടുക്കുക എങ്ങനെയാണിത് ചെയ്യാന്ന്. 4ാമത്തെ ചോദ്യം, മൂല്യത്തിൽ മാറ്റം ഒന്നും വരാതെ SI യൂണിറ്റിലേക്ക് മാറ്റാനാണ് പറഞ്ഞത്. SI യൂണിറ്റിലേക്ക് മാറ്റുക. അപ്പൊ ഇവിടെ തന്നത് ഒന്നും SI യൂണിറ്റ് അല്ല എന്നപ്പോ മനസ്സിലായി. ഇതിനെ നമുക്ക് 1ാമത്തെ ചോദ്യം നോക്കാം. 3500 ഗ്രാമിനെ SI യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പൊ SI യൂണിറ്റ് എന്ന് പറയുന്നത്, മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണെന്ന് നമുക്കറിയാം. കിലോഗ്രാം. ഇതിന് 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണെന്ന് അറിയെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. 1000 ഗ്രാം. അപ്പൊ 3500 ഗ്രാം എന്ന് പറയുമ്പോ എത്ര വന്നു? 3500 ഗ്രാം എന്ന് പറയുന്നത്, 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണെങ്കിൽ 3000 ഗ്രാം എന്ന് പറയുന്നത് 3 കിലോ ആയി. അപ്പോ പിന്നെ ഒരു 500 ഉള്ളത്, അതൊരു അരയി. അപ്പോ 3.5 കിലോഗ്രാം എന്നായി. അപ്പൊ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന ഗ്രാമിനെ ഇവിടെ നമുക്കുള്ളത് എന്താ, 1000 ഉണ്ട്, അതിനെ ഡിവൈഡ് ചെയ്യാം. 3500 ഡിവൈഡ് ബൈ 1000. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗം വലത്ത് നിന്ന് ഇടത്തോട്ട് 3 സ്ഥാനം മാറിയിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ എത്രയായി? 3.5 kg. അപ്പൊ കുറെ 0.5 ശേഷം 0 വരുന്നുണ്ടല്ലോ, അതൊന്നും വേണ്ട, അതിനൊന്നും വാല്യൂ ഇല്ല. കാരണം പോയിന്റിന് ശേഷം വരുന്ന ഒരു സംഖ്യക്ക് ശേഷം വരുന്ന, പോയിന്റിന് ശേഷം ഒരു സംഖ്യക്ക് ശേഷം മറ്റു വേറെ സംഖ്യ ഒന്നും വരാതെ വരുന്ന 0ക്ക് വാല്യൂ ഇല്ല. അപ്പൊ 3.5 kg. ഇതാണ് അതിന്റെ ആൻസർ. 3500 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 3.5 kg ആയിട്ട് മാറും. ഓക്കെ, 2ാമത്തെ ചോദ്യം നോക്കുക. 2.5 കിലോമീറ്റർ. 2.5 കിലോമീറ്റർ. അത് ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. മീറ്റർ ആണ് ഇവിടെ നമ്മളെ SI യൂണിറ്റ് എന്ന് പറയുന്നത്, മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ 2.5 ഇൻറ്റു ഇത്ര കിലോമീറ്റർ ആകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എത്രയായി മാറുന്നു? 2.5 ഇൻറ്റു 1000. സോ ഇറ്റ് ബിക്കംസ് 2500 മീറ്റർ. 2500 മീറ്റർ. ഇത് ശരിയല്ലേ? നമുക്ക് നേരെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ വരാ? 1, 2, 3 സ്ഥാനം മാറിയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇടണം. അപ്പൊ 2.5. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ 2500 മീറ്റർ എന്നുള്ളതാണ്. 2.5 കിലോമീറ്ററിനെ SI യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ വരുന്നത്. 3ാമത്തെ ചോദ്യം നോക്കാം. 2 hours. 2 മണിക്കൂർ എന്നുള്ളതിനെയാണ് നമുക്ക്
SI യൂണിറ്റിലേക്ക് മാറ്റേണ്ടത്. ഹവർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? സമയത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പോ സമയത്തിന്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അപ്പൊ എങ്ങനെ മാറ്റാം? 2 ഹവർ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് മിനിറ്റിലേക്ക് മാറ്റണം. എത്ര മിനിറ്റ് ആണ് 2 ഹവർ എന്ന് പറയുന്നത്? 2 ഹവർ എന്ന് പറയുന്നത് 2 into 60 minutes ആണ്. ഓക്കെ, 2 into 60 minutes എന്ന് പറയുമ്പോ എത്രയായി? 120 minutes ആയി അല്ലെ? 120 minutes. അപ്പൊ 120 minutes ഇപ്പോ 2 ഹവർ എന്ന് പറയുന്നത്. ഇനി അതിനെ സെക്കൻഡിലേക്ക് മാറ്റണം. 1 minute എന്ന് പറയുന്നത് 60 seconds ആണ്. 60 സെക്കൻഡ് ആണ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇതിനെ ഇനി സെക്കൻഡിലേക്ക് മാറ്റുമ്പോ 120 into 60. 120 into 60. അപ്പൊ എത്രയായി? ടോട്ടൽ 7200 സെക്കൻഡ്. 7200 സെക്കൻഡ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. 60 into 120 equal to 7200 സെക്കൻഡ്. അപ്പോ ഇവിടെ സെക്കൻഡ് എന്നുള്ള SCC ഇല്ല, എസ് മാത്രമേ ഉള്ളൂ കേട്ടോ. 7200 എസ്. അപ്പോ 2 ഹവർ എന്നുള്ളതിനെ നമ്മള് സെക്കൻഡിലേക്ക് SI യൂണിറ്റിലേക്ക് മാറ്റുമ്പോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 7200 സെക്കൻഡ് ആണ്. അപ്പൊ ഇങ്ങനെ SI യൂണിറ്റിലേക്ക് മാറ്റാൻ പഠിക്കണം. ഇങ്ങനെ ആദ്യത്തെ നമ്മൾ പഠിച്ച SI യൂണിറ്റുകളിലെ SI സിസ്റ്റത്തിലെ 3 അളവുകളെയാണ്, അടിസ്ഥാനമായിട്ടുള്ള 3 അളവുകളെയാണ് സാധാരണ മാറ്റാൻ ചോദിക്കുള്ളൂ. മാസ്, ലെങ്ത്, അതേപോലെ ടൈം. ഇതിനെ കൺവേർട്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു അധ്യായത്തില് അളവുകളും യൂണിറ്റുകളും എന്നുള്ള ഫിസിക്സിലെ 1ാമത്തെ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട്, വളരെ ഈസി ആയിട്ട് ഈ ഒരു അധ്യായം പഠിക്കാൻ സാധിക്കും. നിങ്ങൾ ഒന്നും കൂടെ അന്ന് മുഴുവൻ എല്ലാ വീഡിയോകളും കണ്ടു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയങ്ങൾ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇതിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.